ഫ്രണ്ട്സ്, അങ്ങനെ ഫൈനലി നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് കാണിക്കുക. ഇതാണ് നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റാണ് വിളിച്ചിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും 1/2024. ഓക്കെ, അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരുപാട് ആളുകൾ അന്വേഷിച്ചിരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഉടനെ തന്നെ ഇന്ന് തന്നെ നിങ്ങൾ പഠിച്ച് വീഡിയോ കാണുന്ന തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ എത്ര വേക്കൻസി ഉണ്ട്, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഡൗട്ടൊക്കെ ഇതിലൂടെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതെല്ലാം നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം നിങ്ങൾ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോസ് നിന്ന് സെലക്ട് ചെയ്ത് നമ്മൾ റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഓർഡറിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന വീഡിയോ അല്ലെങ്കിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ അതായത് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, മറ്റു ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. നമ്മളെ വീഡിയോയുടെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ നമ്പർ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ലോക്കോ പൈലറ്റ്, അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഫെബ്രുവരി 19 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് റെഡിയാക്കി വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ റെഡി ആയിരിക്കുക, എന്നാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അത് മാത്രമല്ല നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. ഒരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് നമ്മുടെ ഇൻസ്റ്റയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി, അതിൻ്റെ കാര്യങ്ങളും പറയാം. അപ്പോൾ അതോടൊപ്പം തന്നെ ഓൺലൈനായിട്ടാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ, സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്. ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ജനുവരി 18 ഇപ്പോൾ ജനുവരി 20 മുതലാണ് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ ഓപ്പൺ ആകുക എന്നുള്ളതാണ്. നമ്മുടെ ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 19 ടോട്ടൽ വേക്കൻസി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പോസ്റ്റ് നെയിം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, പേ ലെവലിലൂടെ കൊടുത്തിട്ടുണ്ട്. ഇനീഷ്യൽ പേ എന്ന് പറയുന്നത് 19,900 രൂപയാണ്. ദെൻ നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ ഏജ് ഇവിടെ കണക്കാക്കുന്ന 1/7/2024 കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുന്നത്. അതായത് ഈ 1/7/2024 എന്ന് പറയുന്ന ഈ ഡേറ്റിലേക്ക് മിനിമം 18 വയസ്സ് കഴിഞ്ഞിരിക്കണം, മാക്സിമം 30 വയസ്സ് കഴിയാനും പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 35 വയസ്സിൽ അപ്ലൈ ചെയ്യാം, OBC ആണെങ്കിൽ അവർക്ക് 33 വയസ്സിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ ഇതിലെ ടോട്ടൽ വേക്കൻസി നിലവിൽ വന്നിരിക്കുന്നത് എല്ലാ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിലെയും പാടെ മൊത്തം വേക്കൻസിയാണ് ഇവിടെ പറയുന്നത് 5,696 വേക്കൻസിയാണ്. അപ്പോൾ വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യത, നമ്മളത് നോക്കിയാൽ വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, അത്രയും വലിയൊരു വേക്കൻസി തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ വേണം എന്നുള്ളതാണ്. വെറുതെ നമ്മൾ എക്സാം എഴുതിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ആ ഒരു ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതായത് നമുക്ക് വിഷനാണ് പ്രധാനമായിട്ടും, അതിൻ്റെ ആ ഒരു സ്നെല്ലും ചാർട്ട് പ്രകാരമുള്ള അതിൻ്റെ വിഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് ഹൈ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വിഷനൊക്കെ ഓക്കെ ആണോ, പിന്നെ പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കളർ വിഷനും ബൈനോക്കുലർ വിഷനും ഫീൽഡ് ഓഫ് വിഷനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, നൈറ്റ് വിഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യും ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ നോക്കി വെക്കുന്നത് നല്ലതാണ്. ദെൻ അതോടൊപ്പം തന്നെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ SSLCയുടെ കൂടെ നിങ്ങൾ ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് SSLC വേണം, അതായത് വിവിധ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അവിടെ തന്നെ സ്കിപ്പ് ചെയ്ത് പോകേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. SSLC പ്ലസ് അതത് ട്രേഡുകൾ ITI കഴിഞ്ഞവർക്ക് ഏതൊക്കെ ട്രേഡ് ഞാൻ പറയാം. ഇപ്പോൾ NCVT ആണ്, സ്റ്റേറ്റ് കൗൺസിലാണെങ്കിലും നാഷണൽ കൗൺസിലാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ NCVT ആണെങ്കിൽ അപ്ലൈ ചെയ്യാം, SCVT കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് ഏതൊക്കെ ട്രേഡാണ് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫിറ്റർ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻറ്റ്, മെക്കാനിക്ക്, ദെൻ നിങ്ങൾക്ക് മിൽറൈറ്റ്, മെയിൻ്റനൻസ് മെക്കാനിക് റേഡിയോ ആൻഡ് TV, ദെൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, വയർമാൻ, ട്രാക്ടർ മെക്കാനിക്ക്, അമേച്ചർ ആൻഡ് കോയിൽ വൈൻഡർ, ദെൻ മെക്കാനിക് ഡീസൽ, ഹീറ്റ് എഞ്ചിൻ, ടേണർ, മെഷീനിസ്റ്റ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്. കണ്ടോ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് ITI കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ജസ്റ്റ് നിങ്ങൾക്കൊരു SSLCയും അതായത് 10ാം ക്ലാസ് അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ പ്ലസ് നിങ്ങൾ ITIയും പഠിച്ചിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എസെൻഷ്യൽ ബേസിക് ക്വാളിഫിക്കേഷൻ, അടിസ്ഥാനപരമായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും BE or BTech കഴിഞ്ഞവരാണെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അങ്ങനെ ഉള്ള സ്കീം ഞാനിവിടെ പറയാം. നിങ്ങൾക്ക് അറിയാം, ഇവിടെ അടുത്ത സ്കീം എന്ന് പറയുന്നത് ITI പഠിക്കാതെ തന്നെ നമുക്ക് റെയിൽവേയിൽ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിലൊക്കെ ഈ പറയുന്ന അപ്രന്റീഷിപ്പ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ അപ്രന്റീഷിപ്പ് കഴിഞ്ഞവരാണെങ്കിൽ അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്. അതായത് 10ാം ക്ലാസ്
പ്ലസ് എന്താണ് കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് ഇൻ ദ ട്രേഡ് മെൻഷൻഡ് എബോവ് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡുകളിൽ നിങ്ങൾ എന്താണ് അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കി അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ഈ പറയുന്ന ഫ്രഷറായിട്ട് അപ്ലൈ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുമല്ലോ, അതായത് SSLC കഴിഞ്ഞിട്ട് SSLC കഴിഞ്ഞിട്ട് ITI പഠിക്കാതെ ആ ഒരു സ്കീമിൽ നമ്മൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്യും. അങ്ങനെ അപ്രന്റീസ്ഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ITIയുടെ ആവശ്യമില്ല, SSLC പ്ലസ് അപ്രന്റീസ്ഷിപ്പ് മതി. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ ഒന്നാമത്തെ ഒരു കണ്ടീഷൻ, അതായത് 3-4 സ്കീമിൽ അല്ലെങ്കിൽ 4 രീതിയിൽ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്ന് SSLC, നമ്മുടെ എഴുതി കാണിക്കാം, SSLC പ്ലസ് ITI ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ട്രേഡിൽ. രണ്ടാമത്തെ രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക SSLC പ്ലസ് ഞാൻ ഷോർട്ടാക്കിയാണ് എഴുതുന്നത്, SSLC പ്ലസ് നിങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കിയവരാണെങ്കിൽ, അതായത് ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന ട്രേഡ് ട്രേഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കണമെങ്കിൽ അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി മൂന്നാമത്തെ രീതിയിൽ ആർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. 10ാം ക്ലാസ് പ്ലസ് 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും, അതായത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഓർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും കോമ്പിനേഷനുള്ള വേരിയസ് സ്ട്രീംസിലോ നിങ്ങൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ മൂന്നാമത്തെ കാറ്റഗറി ഞാനിവിടെ എഴുതാം. മൂന്നാമത്തെ കാറ്റഗറി നിങ്ങൾക്ക് SSLC, അതായത് മൗസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് SSLC പ്ലസ് 3 ഇയർ ഡിപ്ലോമയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെയാണ്? മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിലോ അതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ സ്ട്രീമിൽ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ITIക്ക് തുല്യമായിട്ട് എന്താണ് ഈ പറയുന്ന ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് എന്താണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ആസ് എബോവ് വിൽ ഓൾസോ ബി ആക്സെപ്റ്റഡ് എന്ന് പറയുന്നത് എന്തിന് പകരം? ഇൻസ്റ്റഡ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്. ആ ഡിപ്ലോമക്ക് പകരം നമ്മൾ എന്താണ് ഈ എഞ്ചിനീയറിംഗ് ഡിഗ്രി പറഞ്ഞിരിക്കുന്ന ഈ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഓർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലൊക്കെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ, BE or BTech ഉണ്ടെങ്കിലും ഇതിലേക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അതിന് യാതൊരു തടസ്സമില്ല. അങ്ങനെ 4 കാറ്റഗറിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കാം. 4 എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, 4 രീതിയിലാണ് അതിലേക്ക് നമുക്ക് എന്താണ് എലിജിബിൾ ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, SSLC പ്ലസ് ITI ഉള്ളവന് അപ്ലൈ ചെയ്യാം. ദെൻ അതോടൊപ്പം തന്നെ SSLC പ്ലസ് അപ്രന്റീസ്ഷിപ്പ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ഇനി SSLC പ്ലസ് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി SSLC പ്ലസ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ അതാണ് ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, അതായത് ഡിപ്ലോമക്ക് പകരം ഡിഗ്രി ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഇനി ഇതിൻ്റെ റിസർവേഷനൊക്കെ നമുക്ക് നിശ്ചിതമായുള്ള റിസർവേഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് റിസർവേഷൻ എന്ന് കേട്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്? സ്കിപ്പ് ചെയ്യേണ്ട. കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ഇതിൽ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ഉണ്ടല്ലോ, ആ ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 20-ാം തീയതിയാണ്, ജനുവരി 20 ആണ്. അപ്പോൾ ജനുവരി 20 നിങ്ങൾ ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. OBC ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, SC/ST ആണെങ്കിൽ ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എന്താകും അതിൻ്റെ കൂടെ തരും. അപ്പോൾ തരേണ്ടതാണ്. അപ്പോൾ തരുന്ന സമയത്ത് ആ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ തന്നെ നമ്മൾ റെഡിയാക്കണം. കാരണം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് എന്തെങ്കിലും സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ അപേക്ഷ എന്തെങ്കിലും റിജക്റ്റ് ആവും, അല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ് റിജക്റ്റ് ആവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ മോഡ് ഓഫ് എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഇതിന് എക്സാമിനേഷൻ ഫീനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് റീഫണ്ടബിൾ ആണെന്നാണ് പറയുന്നത്. നമുക്ക് അപേക്ഷാ ഫോം മീൻസ് ഇതിൻ്റെ മെയിൻ നോട്ടിഫിക്കേഷൻ നമുക്ക് 20-ാം തീയതിയാണ് വരിക. 19 ഒരു 20-നാണ് വരിക. അപ്പോൾ ആ 20-ാം തീയതി വന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അതിലുണ്ടാവും. എങ്കിലും ജസ്റ്റ് ഞാൻ പറയാം, അപേക്ഷാ ഫീസ് ഈ പറയുന്ന 500 രൂപയാണ്. എന്നാൽ SC/ST, എക്സ് സർവീസ്മാൻ, ഫീമെയിൽ, അതുപോലെ ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റി, EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ, അതായത് ഈ പറയുന്ന എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്, EWS അല്ല EBC എന്നാണ് ഇത് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് 250 രൂപയുള്ളൂ ഇതിൽ അപേക്ഷാ ഫീസ് വരുന്നത്. ബാക്കിയുള്ളവർക്ക് 500 രൂപയുടെ അപേക്ഷാ ഫീസ് കേട്ടോ. മെയിൽ കാൻഡിഡേറ്റ്സ്, ജനറൽ, അതുപോലെ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇതിൽ ഈ പറയുന്ന കാറ്റഗറി നമ്പർ, അതായത് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. 1/2024 ഇൻവോൾവ്ഡ് ആയിരിക്കുന്ന RRB, അതായത് RRBs ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും ഒന്നിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലേതെങ്കിലും ഒരു ബോർഡിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചെന്നൈ, ഇപ്പോൾ നമുക്ക് അധികം നമ്മൾ സദൺ റെയിൽവേ നോക്കുകയാണെങ്കിൽ ചെന്നൈ അപ്ലൈ ചെയ്യാം. ഇനി വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് നോക്കണമെങ്കിൽ വേറെ അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് ഏതെങ്കിലും ഒരു RRBസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു റീജിയനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം.
അപ്പോൾ ഇത്രയും കാര്യമാണ്. ഇതിൻ്റെ ഷോർട്ട് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നമുക്ക് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. ഇത് നമുക്ക് കറക്റ്റ് വിശ്വസനീയമായിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്, ഒരിക്കലും നമ്മൾ വെറുതെ പറയുന്നതല്ല. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ പഠിക്കണം. പിന്നെ ഇനി ബാക്കി ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ മറ്റു നോട്ടിഫിക്കേഷനൊക്കെ ഇതേപോലെ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കാം ഉടനെ തന്നെ. അതുകൊണ്ട് നിങ്ങൾ അത് വരുന്നത് വരെ കാത്തിരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്, നിങ്ങൾ പഠനം തുടർന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആ ഒരു ഷോർട്ട് നോട്ടിഫിക്കേഷൻ. ഇനി ഇതിൻ്റെ ഒഫീഷ്യൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ വീഡിയോ തീർച്ചയായിട്ടും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ നിങ്ങൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇനി അത് മാത്രമല്ല, ഇതിൻ്റെ ഓൺലൈനായിട്ട് എങ്ങനെയാണ് നമ്മൾ മൊബൈലൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ തന്നെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഡെമോ വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ വഴി തന്നെ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻസ്റ്റയുടെ ലിങ്ക് ഓരോ വീഡിയോയുടെയും താഴെ ഉണ്ടാവും. ആ ലിങ്ക് വഴി നമ്മളെ കോൺടാക്ട് ചെയ്താൽ ഒരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. ആ സർവീസ് ചാർജ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അപേക്ഷ ഫില്ല് ചെയ്ത് തരാവുന്നതാണ്. എല്ലാവർക്കും ചെയ്ത് തരാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് വരുന്ന ആ ഒരു ആദ്യം വരുന്നവർക്ക് ആദ്യം എന്നുള്ള രീതിയിലായിരിക്കും ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇതിന് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെ എന്താണ് നെറ്റിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ബുക്കുകൾ അവൈലബിൾ ആണ്. അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾ പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ ചെയ്യുക. നല്ല ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂടുതൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.